എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും ഉണ്ടാകാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ശിവപൂജ, വിഷ്ണു പൂജ, അതുപോലെ തന്നെ മഹാലക്ഷ്മി പൂജ, ഗണപതി പൂജ എല്ലാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും മാത്രം ഇട്ടാൽ മതി. നമ്മളുടെ ജ്യോതിഷത്തിൽ ജാതിയോ മതമോ ഇല്ല. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ പേരിടുക, നാളിടുക, എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജൂലൈ 14, 15 ഈ ദിവസങ്ങളിൽ സമ്പത്തിൻ്റെ അഭിഷേകം, വ്യാഴമാറ്റം വളരെ ഗുണകരമാവുന്ന ഈ പറയുന്ന നാളുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ പ്രത്യേകമായി നിങ്ങൾ പരിഹാരം നമ്മൾ പറയുന്നതായിരിക്കും. അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ അത് ശ്രദ്ധിക്കും. എങ്കിൽ മാത്രമേ എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മൾക്കുണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ സമ്പത്തിൻ്റെ അഭിഷേകം ഉണ്ടാകുന്ന നാളുകാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ നാൾ അശ്വതിയാണ്. അശ്വതിക്ക് എന്തുകൊണ്ടും വളരെയധികം ഐശ്വര്യമുള്ള ദിവസമാണ് ജൂലൈ 14, 15. എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ നാളുകാർക്ക് അവരുടെ കഷ്ടപ്പാടുകളെല്ലാം മാറും. ഈശ്വരൻ്റെ അനുഗ്രഹം വളരെയധികം കിട്ടും. അവർക്കുള്ള പരിഹാരങ്ങൾ നമ്മൾ അവസാനം പറയുന്നതായിരിക്കും. വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതുപോലെ തന്നെ അടുത്ത നാൾ എന്ന് പറയുന്നത് മൂലമാണ്. മൂലത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ദിവസം ഉണ്ടാകും. അവരുടേതായ ദിവസം എന്ന് വേണമെങ്കിൽ പറയും. അവരുടെ സ്വപ്നമായ വാഹനം സ്വന്തമാക്കാനുള്ള എല്ലാ സാധ്യതയും ഈ ദിവസങ്ങളിൽ കാണും. അതുപോലെ തന്നെ ജോലിയില്ലാത്തവർക്ക് നല്ലൊരു ജോലി ലഭിക്കും. കല്യാണ തടസ്സമുള്ളവരുടെ തടസ്സങ്ങളെല്ലാം മാറി നല്ലൊരു ബന്ധങ്ങൾ ഈ ദിവസം വന്നു ചേരും. അടുത്ത നാൾ എന്ന് പറയുന്നത് മൂലമാണ്. മൂലത്തിനും എന്തുകൊണ്ടും സമ്പത്തിൻ്റെ ഒഴുക്കാണ് ഈ ദിവസം. വിചാരിക്കാത്ത രീതിയിൽ, വിചാരിക്കാത്ത ദിക്കിൽ നിന്ന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ നാളുകാർക്ക് വന്നു ചേരും. ഇവർക്ക് ഈ പറയുന്ന നാളുകാർക്കുള്ള പരിഹാരങ്ങൾ നമ്മൾ അവസാനം പറയുന്നതായിരിക്കും. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഇടുക. അതിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യങ്ങളുണ്ടാകും. കൂട്ടപ്രാർത്ഥനയുടെ ഫലമാണ് എല്ലാ മനുഷ്യനും ഐശ്വര്യമുണ്ടാകും. അടുത്ത നാൾ ഭരണിയാണ്. ഭരണിക്ക് എന്തുകൊണ്ടും ഈശ്വരകൃപയുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന്. ശത്രുക്കളുടെ മേലിൽ നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യങ്ങൾ വന്നിരിക്കും. എല്ലാവിധ ദോഷങ്ങളും നിങ്ങൾക്ക് ഈ ദിവസം മാറുകയും അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങൾ നമ്മൾ അവസാനം പറയുന്നതായിരിക്കും. അടുത്ത പുണർതമാണ്. പുണർതത്തിനും വളരെയധികം ഐശ്വര്യമുള്ള ഈ ദിവസം നിങ്ങളുടേതായ ദിവസം എന്ന് വേണമെങ്കിൽ പറയും. എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ദിവസം പുണർതത്തിനും അതുപോലെ മകത്തിനും വന്നു ചേരും എന്നുള്ള പരിഹാരക്രിയകൾ അവസാനം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്തത് ചോതിയാണ്. ചോതിക്ക് എന്തുകൊണ്ടും വളരെയധികം സാമ്പത്തികമായി ഉണ്ടാകുന്ന ബിസിനസ്സിലെ നഷ്ടങ്ങളെല്ലാം മാറും. അതുപോലെ തന്നെ എല്ലാവിധ മാനസിക ശാരീരിക പ്രശ്നങ്ങളും മാറും. രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ നാളുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ദിവസങ്ങളിൽ ധന്വന്തരിമൂർത്തിയുടെ രൂപത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും. പരിഹാരങ്ങൾ അവസാനം നമ്മൾ പറയുന്നതായിരിക്കും. അടുത്തത് മൂലമാണ്. മൂലത്തിനും അനിഴത്തിനും എല്ലാം ഒരേപോലെ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്ന ഈ ദിവസങ്ങളിൽ മൂലത്തെ പോലെ തന്നെ അനിഴത്തിനും വളരെയധികം സാമ്പത്തിക ഉയർച്ചയുണ്ടാകും എന്നുള്ളതാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ദിവസം ഈ നാളുകാർക്ക് വന്നു ചേരും. പൂർണ്ണമായി ഈശ്വരവിശ്വാസത്തോടു കൂടി നിങ്ങൾ കഴിയുക. നിങ്ങൾക്കുള്ള പരിഹാരമാർഗ്ഗങ്ങൾ അവസാനം നമ്മൾ പറഞ്ഞു തരുന്നതായി. അതുപോലെ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നുള്ളത്. ഈ ദിവസങ്ങളിൽ ഈ പറയുന്ന നാളുകാരെല്ലാം നീല ഡ്രസ്സ് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലൂടെ നിങ്ങളുടെ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി പോസിറ്റീവ് എനർജി വരും. അതുപോലെ തന്നെ നെഗറ്റീവ് ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് കാണും. എപ്പോഴും മനസ്സിൽ നിന്ന് നെഗറ്റീവ് ചിന്തകൾ മാറി നല്ലൊരു ദിവസം വരുന്നതായി സങ്കല്പമില്ലാതെ ജീവിതത്തിൽ നമ്മളുടെ ഒരു ഉയർച്ചയും നമ്മൾക്കുണ്ടാകും. എപ്പോഴും നെഗറ്റീവ് ചിന്തിച്ചിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വരാൻ വളരെ താമസം. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് ചിന്തിക്കുക, പോസിറ്റീവ് മൈൻഡുമായി മുന്നോട്ട് പോകുക. നിങ്ങളുടെ ജീവിതം വളരെയധികം ഐശ്വര്യമുള്ളതായി മാറും. എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും കാരണം പ്രാർത്ഥനകളും മന്ത്രജപവും ഈശ്വര ദർശനം, ക്ഷേത്ര ദർശനം ഇതെല്ലാം നമ്മൾക്ക് ഗുണകരമായും നമ്മളുടെ പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാക്കാൻ കാരണമാകും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. അതുപോലെ തന്നെ ഈ പറയുന്ന നാളുകാരുടെ പരിഹാരം നമ്മൾ പറയുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ദിവസം, ബുധനാഴ്ച ദിവസം, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധയോടുകൂടി പരിഹാരം ചെയ്യുക എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ
ദേവീക്ഷേത്രത്തിൽ പോവുക എന്നതും വളരെ ഗുണകരമായി മാറും എന്നുള്ളതാണ്. അതിലൂടെ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറും. ദേവിക്ക് കുങ്കുമം സമർപ്പിക്കുക. അതിലൂടെ നിങ്ങളുടെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും അത് മാറിക്കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ അതുകൊണ്ട് ദേവിക്ക് കുങ്കുമം സമർപ്പിച്ച് എല്ലാവിധ തടസ്സങ്ങളും മാറി ഈ പറയുന്ന നാളുകാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ പറയാത്ത നാളുകാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. എല്ലാവരും പൂർണ്ണമായ മന്ത്രജപത്തോടുകൂടി എല്ലാ ദിവസവും നിങ്ങളുടെ പൂജാമുറിയിൽ നെയ്വിളക്ക് കത്തിക്കുക. ആ നെയ്വിളക്ക് വെച്ച് കത്തിക്കുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. എപ്പോഴും നല്ല എണ്ണ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മനസ്സിനും ശരീരത്തിനും എല്ലാം പോസിറ്റീവ് എനർജിക്ക് വേണ്ടി നെയ്വിളക്ക് കത്തിക്കുക, അല്ലെങ്കിൽ ഒറിജിനൽ നല്ലെണ്ണ തന്നെ കത്തിക്കുക. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. കമൻറ്റ് ബോക്സിൽ പേരും നാളും ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.